ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നസറത്തിലെ വിശുദ്ധി നിറഞ്ഞൊരു കന്യകയ്ക്ക് സ്വർഗത്തിൻ്റെ അരുളപ്പാടുണ്ടാവുന്നുണ്ട്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു, കൃപ നിറഞ്ഞവളായി സംരക്ഷിച്ചു. ഇനി ചില കർത്തവ്യങ്ങൾ കൂടി ഫലമേൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്യുക. വിശുദ്ധി നിറഞ്ഞവന് വിശുദ്ധിയുടെ ഒരു ഉൾത്തടമുണ്ടായിരിക്കണം. പവിത്രമായൊരിടത്ത് പവിത്രമായ ദൈവസാന്നിധ്യം നിറയപ്പെടണം. അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ് ലഭിക്കുന്നത്, ആനന്ദത്തിൻ്റെ സന്ദേശവും. ദൈവം മനുഷ്യനെ കടാക്ഷിക്കുന്നത് അവൻ്റെ എളിമയോർത്താണ്, വിശുദ്ധിയോർത്താണ്, അവനിൽ നിറയുന്ന പരിശുദ്ധിയോർത്താണ്. ദൈവം എന്തുമാത്രം മനുഷ്യൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി എന്തുമാത്രം ഇടപെടൽ നടത്തുന്നുണ്ട് ഈ ഭൂമുഖത്ത്. ഒരുപക്ഷെ മനുഷ്യനെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണത്. അപ്രതീക്ഷിതമായതൊക്കെ നാം പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും ഈ ലോകത്ത്. തൻ്റെ ജീവിതം വിശുദ്ധിയിൽ ഇങ്ങനെ നിലനിർത്തി പോകുകയും ദൈവഹിതത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുകയും ചെയ്തവളെ ദൈവം തൻ്റെ അമ്മയായി രൂപപ്പെടുത്തുകയാണ്. മാലാഖയുടെ സന്ദേശം മഹത്വത്തോടെ അവൾ തിരിച്ചറിയുന്നുണ്ട്. ആ ചെറുബുദ്ധിയിൽ എല്ലാം ഉൾക്കൊള്ളുവാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണമെന്നില്ല. എന്നിട്ടും അറിവിൻ്റെ പരിമിതിയിൽ നിന്നും ആത്മീയതയുടെ നിറവിൽ നിന്നും അർത്ഥപൂരിതമായൊരു ഉത്തരം നൽകുന്നുണ്ട്. അതെ, ദൈവഹിതത്തിന് മുമ്പിൽ മറിച്ചൊന്നും പറയുവാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ. ഇനി അവിടുത്തെ ദാസി എന്ന് പറയുക മാത്രമേ നിവൃത്തിയുള്ളൂ. അതുമാത്രമല്ലല്ലോ, ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് മുഴുവനും ആ ഹിതത്തിനനുസരിച്ചാവണം. ഇനി കറയേൽക്കാൻ പാടില്ല, കളങ്കമേക്കാൻ പാടില്ല. സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും കരുതേണ്ട നന്മകളെക്കുറിച്ചും ലോകത്തിന് പ്രദാനം ചെയ്യേണ്ട പരിശുദ്ധിയെക്കുറിച്ചും അമ്മയ്ക്ക് നല്ല ബോധ്യങ്ങളുണ്ടായിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ആഴമുള്ളതാക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മളുമൊക്കെ ഒരു വലിയ സന്തോഷത്തിൻ്റെ കാരണക്കാരായി മാറപ്പെടട്ടെ. സ്വർഗം നമ്മുടെ മേൽ കൃപ ചൊരിയുന്നത് നാം ഇങ്ങനെ കൃതജ്ഞതയോടെ ജീവിക്കുമ്പോഴാണ്. ഏറ്റവും ഉദാത്തമായ മനസ്സോടെ ദൈവസന്നിധിയിൽ നിലകൊള്ളുമ്പോഴും താഴ്മയോടെ ജീവിക്കുമ്പോഴുമാണ്. ഓരോ ജീവിതവും ഒരു സന്ദേശമാണ്. അതാരുടെ സങ്കടങ്ങളുടെ കാരണമല്ല, സന്തോഷത്തിൻ്റെ കാരണമായി രൂപപ്പെടട്ടെ. സ്വർഗം ഭൂമിയെ തൊടുന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഭൂമിക്ക് പ്രദാനം ചെയ്യുന്ന, സ്വർഗീയ രഹസ്യങ്ങൾ ഭൂമിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന അത്ഭുത നിമിഷമായിട്ട് ഈ മംഗളവാർത്ത നമുക്ക് ബോധ്യപ്പെടുകയാണ്. താഴ്മയോടെ നിന്ന് നമുക്കും ജീവിക്കാം. പരിശുദ്ധ അമ്മയുടെ ഉദാത്ത മാതൃകകളൊക്കെ നമ്മളെ നയിക്കട്ടെ. നമ്മുടെ കർത്തവ്യങ്ങളിലും പ്രാർത്ഥനകളിലും പ്രവൃത്തികളിലുമൊക്കെ എന്നും ഒരു പരിശുദ്ധിയും പരിപാവനമായ മനോഭാവങ്ങളും രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ നിന്റെ ദാസി, നിന്റെ ദാസൻ, അങ്ങയുടെ ഹിതം നിറവേറപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മളെ സമർപ്പിക്കാം. ആമീൻ.